നാളെ ദുൽഖർ ചിത്രം കാന്ത റിലീസിനൊരുങ്ങാണ്. സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്തുള്ള ചിത്രം ത്യാഗരാജ ഭാഗവതരുടെ ഒരു ബയോപിക്കാണ്. ത്യാഗരാജ ഭാഗവതർ ആരാണെന്ന് ശരിക്കും നമ്മൾ പഠിക്കണം. കാരണം അദ്ദേഹം സൗത്ത് ഇന്ത്യയിലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ആയിരുന്ന ഒരു കാലത്ത്. ഞാൻ ഈ അടുത്ത് അദ്ദേഹത്തിനെ കുറിച്ച് റെഫറൻസുകൾ പഠിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ, സൗത്ത് ഇന്ത്യ തന്നെ ഇന്ത്യയിലെ തന്നെ ഒരു ഏറ്റവും വലിയ സെലിബ്രിറ്റി സ്റ്റാർട്ടത്തിൽ നിന്നുള്ളൊരു പുള്ളിയാണ് ഈ ത്യാഗരാജ ഭാഗവതർ. അദ്ദേഹം 1910 തഞ്ചാവൂരിലാണ് ജനിച്ചത്. കർണാട്ടിക് മ്യൂസിക്കിൽ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. അദ്ദേഹം സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം ചുറ്റും അംഗരക്ഷകർ ലക്ഷറി ആയിട്ടുള്ള ഒരു ലൈഫാണ്. കാരണം 10 വെല്ലുകളിലും അദ്ദേഹം വജ്രത്തിൻ്റെയും വൈരത്തിൻ്റെ ഒക്കെ മോതിരങ്ങൾ, സ്വർണ്ണപാത്രത്തിലാണ് ഭക്ഷണം കഴിക്കുക, മണിമാളികകൾ, അത്രയും ലക്ഷറി ആയിട്ടുള്ള ലൈഫായിരുന്നു അദ്ദേഹം. അങ്ങനെ ആ സ്റ്റാർട്ടത്തിലാണ് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഒരു കേസിൽ പെടുന്നത്. അതായത് ഒരു ജേർണലിസ്റ്റിൻ്റെ മർഡർ കേസുമായിട്ട് ആൾ കേസിൽ പെടുകയും അദ്ദേഹം ജയിലിൽ പോവുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പീക്ക് സമയത്ത്, അതായത് ഹരിദാസ് എന്ന 1940 ഇറങ്ങിയ പടം അത്രയും റെക്കോർഡുകൾ ബ്ലോക്ക് ബസ്റ്ററിൽ അടിച്ച് നിൽക്കുന്ന സമയത്ത്, ആ പടത്തിൻ്റെ ഹിറ്റിൻ്റെ സമയത്താണ് അദ്ദേഹം ജയിലിൽ പോണത്. അങ്ങനെ ആ ജയിലിൽ പോവുകയും അദ്ദേഹത്തിന് വേണ്ടി വലിയ വലിയ വക്കീലന്മാർ വാദിക്കുകയും അദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങി. ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫ് ഭയങ്കര ഡൗൺ ആയിരുന്നു. കാരണം അദ്ദേഹം വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. അദ്ദേഹം മരുന്നിന് പോലും വകയില്ലാണ്ട് അങ്ങനെ മരണമടഞ്ഞു. ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയിട്ടാണ് അദ്ദേഹം ലാസ്റ്റ് അത്രയും ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലേക്ക് അദ്ദേഹം പോയി മരണമടഞ്ഞു. കാരണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വാണ പോലെ ആരും വാണിട്ടില്ല, വീണ പോലെ ആരും വീണിട്ടില്ല. അദ്ദേഹം ജീവിച്ച പോലെ ആരും ഇന്ത്യയിൽ ജീവിച്ചിട്ടില്ല, അദ്ദേഹം വീണ പോലെ ലൈഫിൽ ആരും വീണിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ ഡയലോഗ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബയോപിക്കാണ് ദുൽഖർ സൽമാൻ അഭിനയിക്കാൻ പോണത്. അതാണ് ഇപ്പോൾ വലിയ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ മദ്രാസ് കോടതിയിലെതിരെ കേസൊക്കെ ഉണ്ട്. ബയോപിക്ക് അദ്ദേഹത്തിനെതിരെ മോശമായിട്ട് ചിത്രീകരിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ, ത്യാഗരാജ ഭാഗവതരുടെ ഫാമിലിയൊക്കെ കേസിനെ കൊടുത്തിട്ടുണ്ട്. 26-ാം തീയതി എന്തോ ഇതിലേക്കാണ് മാറ്റിയുള്ളത്. പക്ഷേ ദുൽഖർ സൽമാൻ്റെ ഈ ചിത്രം അതൊരു വലിയൊരു പെർഫോമൻസ് ലെവലിലുള്ള ചിത്രം തന്നെയായിരിക്കും. ദുൽഖർ സൽമാൻ്റെ